കാർഷിക വാർത്തകൾ. കൊപ്ര വില തുടർച്ചയായ ഇടിവിൽ കാപ്പി വിപണിയിൽ ഭീതി പരത്തി വിളനാശം. നേരിയുണർവിൽ റബ്ബർ വിപണി. നാളികേര ഉൽപാദകരെ ഞെട്ടിച്ച് കൊപ്രവില വീണ്ടും ഇടിഞ്ഞു. തമിഴ്നാട്ടിലെ കാങ്കയം വിപണിയിൽ കൊപ്രവില ഇന്ന് ക്വിന്റലിന് 425 രൂപ കുറഞ്ഞ് 20,300 രൂപയായി. വിലയിടിവിനെ തുടർന്ന് സ്റ്റോക്കുള്ള കൊപ്രയും പച്ചത്തേങ്ങയും വിറ്റഴിക്കാൻ ഉൽപാദകർ കോയമ്പത്തൂർ, പൊള്ളാച്ചി, പഴനി വിപണികളിൽ പരക്കം പാഞ്ഞു. അതേസമയം മില്ലുകാർ വെളിച്ചെണ്ണ വില അമിതമായി താഴ്ത്താൻ തയ്യാറായില്ല. എണ്ണവില 325 രൂപ മാത്രമാണ് കുറച്ചത്. വ്യവസായികളുടെ ഈ നീക്കം മൂലം കർഷകർക്ക് കനത്ത സാമ്പത്തിക നഷ്ടം നേരിടും. ദക്ഷിണേന്ത്യയിൽ കാപ്പി ഉൽപാദനം എക്കാലത്തെയും ഉയർന്ന തലത്തിലേക്ക് നീങ്ങുമെന്ന പ്രതീക്ഷയ്ക്കിടയിൽ കർണാടകത്തിലെ തോട്ടങ്ങളിൽ വൻ വിളനാശം. കഴിഞ്ഞ മാസങ്ങളിലെ മഴയിൽ വ്യാപകമായി കാപ്പിക്കുരുക്കൾ തോട്ടങ്ങളിൽ അടർന്നു വീണതായാണ് കൂർഗ്, ചിക്കമംഗളൂർ, ഹസൻ മേഖലകളിൽ നിന്നുള്ള വിവരം. ഏകദേശം 30,000 ടൺ കാപ്പിക്കുരു നഷ്ടപ്പെട്ടതായാണ് വിലയിരുത്തൽ. കേരളത്തിലെ വിളനാശം സംഭവിച്ചെങ്കിലും അത് സംബന്ധിച്ച കണക്കുകളൊന്നും കൃഷിവകുപ്പ് ശേഖരിച്ചിട്ടില്ല. കർണാടകത്തിൽ അറബിക്ക കാപ്പി ഉൽപാദനം 1.2 ലക്ഷം ടണ്ണും റോബസ്റ്റ 2.7 ലക്ഷം ടണ്ണും ഉൽപാദനം പ്രതീക്ഷിക്കുന്നു. റബ്ബർ വിലയിൽ നേരിയ ഉണർവ് ദൃശ്യമായി. ടയർ കമ്പനികളും ഉത്തരേന്ത്യൻ വ്യാപാരികളും റബ്ബർ ഷീറ്റ് ശേഖരിക്കാൻ കാണിച്ച ഉത്സാഹം 4ാം ഗ്രേഡിനെ കിലോ 186 രൂപയിലേക്കും 5ാം ഗ്രേഡിനെ 183ലേക്കും ഉയർത്തി. ഒട്ടുപാൽ, ലാറ്റക്സ് വിലകളിൽ മാറ്റമില്ല. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലമുള്ള വിളനാശത്തിന് ഫസൽ ബീമാ യോജന പ്രകാരം പരിരക്ഷ ഉറപ്പ്. 2026 ഖാരിഫ് മുതൽ പദ്ധതി നടപ്പിലാക്കും. 2026 ഖാരിഫ് വിതയ്ക്കൽ സീസൺ മുതൽ പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന പ്രകാരം പരിരക്ഷിക്കപ്പെടുമെന്ന് വ്യക്തമാക്കി കേന്ദ്രം. കൂടാതെ കനത്ത മഴയും വെള്ളപ്പൊക്കവും മൂലം നെൽകൃഷിക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങളും PMFBY-യുടെ കീഴിൽ വരും. ആന, കാട്ടുപന്നി, മാൻ, കുരങ്ങുകൾ തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം ഇന്ത്യയിലുടനീളമുള്ള കർഷകർ വിളനാശം നേരിടുന്നുണ്ടെന്ന് കൃഷി മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. വനങ്ങൾക്ക് സമീപമുള്ള പ്രദേശങ്ങൾ, വന്യജീവി സാന്നിധ്യം കൂടുതലുള്ള മേഖലകൾ, കുന്നിൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ പ്രത്യേകിച്ചും സാധാരണമാണെന്നും കേന്ദ്ര റിപ്പോർട്ടിൽ പറയുന്നു. വിളനാശത്തിന് ഉത്തരവാദികളായ വന്യമൃഗങ്ങളുടെ പട്ടിക സംസ്ഥാനങ്ങൾ അറിയിക്കും. ജിയോ ടാഗ് ചെയ്ത ഫോട്ടോഗ്രാഫുകൾ അപ്ലോഡ് ചെയ്ത് വിള ഇൻഷുറൻസ് ആപ്പ് ഉപയോഗിച്ച് 72 മണിക്കൂറിനുള്ളിൽ കർഷകർ നഷ്ടം റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടെന്നും മന്ത്രാലയം പറയുന്നു. മനുഷ്യ വന്യജീവി സംഘർഷം കൂടുതലുള്ള ഒഡീഷ, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, കേരളം, തമിഴ്നാട്, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് ഈ പരിരക്ഷ പ്രയോജനം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഹിമാലയൻ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളായ അസം, മേഘാലയ, മണിപ്പൂർ, മിസോറാം, ത്രിപുര, സിക്കിം, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെയും കർഷകർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ഗോതമ്പ് കൃഷിയിൽ പ്രതീക്ഷ വെച്ച് കർഷകർ. മണ്ണിലെ ഈർപ്പവും മെച്ചപ്പെട്ട വിലയും തുണയാകുമെന്നാണ് വിലയിരുത്തൽ. ഇത്തവണ ഗോതമ്പ് കൃഷി റെക്കോർഡിടുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. സമീപകാലത്തുണ്ടായ മഴ മൂലം മണ്ണിലെ ഈർപ്പം ഉയർന്നതും മെച്ചപ്പെട്ട വിലയും കൃഷിയെ തുണയ്ക്കുമെന്നാണ് പ്രതീക്ഷ. ഗോതമ്പ് കൃഷിയുടെ വിസ്തൃതി ഏകദേശം 5% വർദ്ധിച്ച് റെക്കോർഡ് ഉയരത്തിലെത്തുമെന്നാണ് കണക്കാക്കുന്നത്. ആഭ്യന്തര വിപണിയിൽ ഗോതമ്പിന്റെ വില കുറയാൻ ഈ ഘടകങ്ങൾ സഹായിക്കും. കൂടാതെ ഗോതമ്പ് പൊടിയുടെ കയറ്റുമതി അവസരങ്ങൾ ഉയരുന്നതിനും കാരണമാകും. കർഷകർ മറ്റു വിളകളിൽ നിന്ന് ഗോതമ്പിലേക്ക് മാറുന്ന സാഹചര്യമാണ് പലയിടങ്ങളിലും കണ്ടുവരുന്നത്. ഇന്ത്യയിലെ ഗോതമ്പ് കൃഷി ഗണ്യമായി ചെയ്തുവരുന്ന വടക്കുപടിഞ്ഞാറൻ മേഖലയിൽ ഒക്ടോബറിൽ ശരാശരിയേക്കാൾ 161% കൂടുതൽ മഴ ലഭിച്ചു. ഇത് രാജ്യത്തിന്റെ മൊത്തത്തിൽ 49% അധിക മഴയ്ക്ക് കാരണമായി. കൃഷി കർഷകക്ഷേമ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം നവംബർ 14 വരെ 6.62 ദശലക്ഷം ഹെക്ടറിൽ ഗോതമ്പ് കൃഷി ചെയ്തിട്ടുണ്ട്. മുൻവർഷത്തെ അപേക്ഷിച്ച് 17% കൂടുതലാണിത്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ കർഷകർ കടല പോലുള്ള വിളകളിൽ നിന്ന് ഗോതമ്പിലേക്ക് മാറാൻ സാധ്യതയുണ്ടെന്നാണ് വ്യവസായ ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ആശങ്ക ഒഴിയാതെ ഇന്ത്യൻ പയർ വിപണി. ഖാരിഫ് ഉൽപാദനത്തിൽ ഇടിവുണ്ടായേക്കും. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ കണക്കുകൾ കാത്ത് വിദഗ്ധർ. ആശങ്കയോടെയാണ് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ ഖാരിഫ് സീസണിലെ പയർവർഗ ഉൽപാദന കണക്കുകൾക്കായി വിദഗ്ധർ കാത്തിരിക്കുന്നത്. 2023-2024 വർഷങ്ങളിൽ പയർവർഗ വിപണിയിൽ പണപ്പെരുപ്പമുണ്ടായതാണ് വിദഗ്ധർ പറയുന്നത്. കൂടാതെ ഇക്കാലയളവിൽ ഇറക്കുമതി ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്തിരുന്നു. 2025 ഖാരിഫ് വിളവെടുപ്പിനുള്ള ആദ്യ എസ്റ്റിമേറ്റും 2024-2025 വിളവർഷത്തേക്കുള്ള 4ാമത്തെ എസ്റ്റിമേറ്റും മന്ത്രാലയം ഉടൻ പുറത്തിറക്കുമെന്നാണ് പ്രതീക്ഷ. 2025 ഖാരിഫ് വിളവെടുപ്പിനുള്ള ആദ്യ എസ്റ്റിമേറ്റും 2024-2025 വിളവർഷത്തേക്കുള്ള
നാലാമത്തെ എസ്റ്റിമേറ്റും മന്ത്രാലയം ഉടൻ പുറത്തിറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ 2 വർഷമായി കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കാരണം പയർവർഗ്ഗങ്ങളുടെ ആഭ്യന്തര ഉൽപാദനം കുറഞ്ഞിരിക്കുകയാണ്. തീരുവ കുറയ്ക്കാനുള്ള സൂചന വളരെ വൈകിയാണ് സർക്കാരിൽ നിന്നുണ്ടായത്. ഇതുമൂലം ഇറക്കുമതിയിൽ കുറയ്ക്കാൻ പെട്ടെന്ന് സാധിക്കാത്ത സാഹചര്യമുണ്ടായി. അവശ്യ പ്രോട്ടീൻ ഉൽപ്പന്നങ്ങളിൽ സ്വയം പര്യാപ്തത നേടാനുള്ള ഇന്ത്യയുടെ ശ്രമം ഫലം കണ്ടതുമില്ല. 2 വർഷത്തെ വിലക്കയറ്റത്തിന് ശേഷം പ്രധാന പരിപ്പുകളായ തുവര, ഉഴുന്ന്, മസൂർ, കടല എന്നിവയുടെ വിലയിൽ ഈ ഒക്ടോബറിൽ ഇടിവുണ്ടായി. എന്നാൽ വിലക്കുറവ് കർഷകരുടെ വരുമാനം കുറയ്ക്കുന്നു. ഇത് അടുത്ത സീസണിൽ പയർവർഗ്ഗങ്ങൾ വിതയ്ക്കുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുകയും ഉൽപാദനം കുറയുകയും പുതിയ വിതരണ പ്രതിസന്ധിയിലേക്ക് നയിക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി ഇന്നത്തെ കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 209, RSS 5 204, ലാറ്റക്സ് 140, ജാതിക്ക 330, ജാതിപത്രി 2100, ഗ്രാമ്പു 900, അടയ്ക്ക 280, കാപ്പിക്കുരു 220, കൊക്കോ പരിപ്പ് 380, കുരുമുളക് ഗാർബിൾഡ് 70,900, കുരുമുളക് അൺഗാർബിൾഡ് 68,900, ഏലയ്ക്ക 2,300 മുതൽ 2,400 വരെ, വെളിച്ചെണ്ണ 35,200, കൊപ്ര 23,100, ചുക്ക് 24,000.